ഹലോ ഫ്രണ്ട്സ്, ഫുഡ് ഹണ്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് ഒരു ഹോം മെയ്ഡ് ചിക്കൻ പിസ്സ റെസിപ്പിയാണ്. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ആ ചുവന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂടെയുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്നൂടി പ്രസ് ചെയ്താലേ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ് ടു ഡേറ്റ് ആയിട്ട് ലഭിക്കും. അപ്പം നമുക്ക് ഒട്ടും വൈകാതെ ഈ ഹോം മെയ്ഡ് ചിക്കൻ പിസ്സ റെസിപ്പിയിലേക്ക് പോവാം. ആദ്യം നമുക്ക് പിസ്സയുടെ ബേസിന് ആവശ്യമായിട്ടുള്ള മാവ് തയ്യാറാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് മൈദയാണ്. ഈ ഒരു കപ്പിന് 2 കപ്പ് അളവിൽ മൈദയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ വേണ്ടത് 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ്. ആവശ്യത്തിന് ഉപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് എടുത്തത്. പിന്നെ 2 ടേബിൾ സ്പൂൺ അളവിൽ ഓയിൽ, ഏതെങ്കിലും ഒരു വെജിറ്റബിൾ ഓയിൽ എടുത്താൽ മതി. പിന്നെ ആവശ്യത്തിനുള്ള വെള്ളം, മാവ് കുഴയ്ക്കാൻ ആവശ്യത്തിനുള്ള ഇളം ചൂടുള്ള വെള്ളമാണ് എടുത്തിട്ടുള്ളത്. മാവ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 കപ്പ് അളവിൽ മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഇനി നമുക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കാം. ഇനി 1 ടേബിൾ സ്പൂൺ അളവിൽ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് കൂടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. 2 ടേബിൾ സ്പൂൺ ഓയിലും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് കൈവച്ച് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ആദ്യം നമ്മൾ വെള്ളം ചേർക്കാതെ നന്നായിട്ട് ഓയിലും പഞ്ചസാരയും എല്ലാം ഇതിലങ്ങ് മിക്സ് ചെയ്യാം. ശേഷം കുറേശ്ശെയായിട്ട് ഇളം ചൂടുള്ള വെള്ളം ഒഴിച്ചിട്ട് ചപ്പാത്തി മാവിനേക്കാളും ഒന്നുകൂടി ലൂസായിട്ടുള്ള കൺസിസ്റ്റൻസിയിൽ ഒന്ന് കുഴച്ചെടുക്കുകയാണ് വേണ്ടത്. ഇനി വേണമെങ്കിൽ നമുക്ക് മറ്റൊരു രീതിയിലും കൂടി മാവ് കുഴച്ചെടുക്കാവുന്നതാണ്. അതായത് നമ്മൾ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് നമ്മൾ ഇളം ചൂടുള്ള വെള്ളത്തിലിട്ടതിന് ശേഷം കുറച്ച് പഞ്ചസാരയും ചേർത്തൊന്ന് മിക്സ് ചെയ്ത് വെക്കുക. ശേഷം ആ വെള്ളം ഉപയോഗിച്ച് നമുക്ക് ഈ മാവ് കുഴച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ മാവ് ഇവിടെ അത്യാവശ്യം ലൂസായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പൊങ്ങാനായിട്ട് മാറ്റി വയ്ക്കാം. നല്ല ചൂടുള്ള ക്ലൈമാറ്റിക് കണ്ടീഷൻ ആണെന്നുണ്ടെങ്കിൽ ഒരു 2 മണിക്കൂർ കൊണ്ട് തന്നെ ഇത് ഡബിൾ സൈസായിട്ട് കിട്ടും. പക്ഷെ ഇപ്പോൾ തണുപ്പായത് കാരണം ഏകദേശം ഒരു 3-4 മണിക്കൂർ എടുത്തു എനിക്കിതൊന്ന് ഡബിൾ സൈസായിട്ട് കിട്ടാനായിട്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഇളം ചൂടുവെള്ളത്തിലേക്ക് ഈസ്റ്റും പഞ്ചസാരയും ആഡ് ചെയ്ത ഒരു സൊല്യൂഷൻ ഉണ്ടാക്കിയിട്ട് അത് വെച്ച് മാവ് കുഴക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി പെട്ടെന്ന് മാവൊന്ന് പൊങ്ങി കിട്ടും. അപ്പോൾ നമുക്കിതൊന്ന് പൊങ്ങാനായിട്ടൊന്ന് മാറ്റി വയ്ക്കാം. മാവ് പൊങ്ങുന്ന സമയം കൊണ്ട് നമുക്ക് പിസ്സയിലേക്ക് ആവശ്യമായിട്ടുള്ള പിസ്സ സോസും ചിക്കനും തയ്യാറാക്കി വയ്ക്കാം. പിസ്സ സോസ് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 2 തക്കാളി എടുത്തിട്ടുണ്ട്, 1 ഉള്ളി എടുത്തിട്ടുണ്ട്, 5 അല്ലി വെളുത്തുള്ളിയും പിന്നെ 1 ക്യാപ്സിക്കം കട്ട് ചെയ്തതാണ് എടുത്തിട്ടുള്ളത്. തക്കാളി ഞാനിങ്ങനെ 4ആയിട്ടൊന്ന് ചെറുതായിട്ട് കീറിയിട്ടാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ കുക്ക് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ തൊലി പെട്ടെന്ന് അടർത്തിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തത്. സോസ് തയ്യാറാക്കാൻ ഇനി 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി വേണം. മധുരം ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര വേണം. ആവശ്യത്തിനുള്ള ഉപ്പ് വേണം. 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസോ കെച്ചപ്പോ കൂടി ആവശ്യമുണ്ട്. തക്കാളിയും ക്യാപ്സിക്കം ഉള്ളിയെല്ലാം കുക്കറിൽ ഒരല്പം വെള്ളം ചേർത്ത് ഒരൊറ്റ വിസിൽ കൊടുത്തിട്ടൊന്ന് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. കുക്ക് ചെയ്ത വെജിറ്റബിൾസ് എല്ലാം ഒരു പ്ലേറ്റിലേക്ക് തണുക്കാനായിട്ട് മാറ്റിയിട്ടുണ്ട്. ശേഷം തക്കാളിയിലെ പുറത്തുള്ള തൊലി ഒന്ന് കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് നല്ല ഫൈൻ പേസ്റ്റ് ആയിട്ടൊന്ന് അരച്ചെടുക്കാം. സോസ് തയ്യാറാക്കാനായിട്ട് ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് ഒരു 3 വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത് ചേർത്തൊന്ന് വഴറ്റി കൊടുക്കാം. ശേഷം നമ്മുടെ സോസിൻ്റെ അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാനായിട്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ കാശ്മീരി ചില്ലി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ ടൊമാറ്റോ കെച്ചപ്പ് ചേർത്തിട്ട്
നന്നായിട്ട് ഒരു 2-3 മിനിറ്റ് കൂടെ ഒരു ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ ആവശ്യമായിട്ട് ഉള്ള പഞ്ചസാര കൂടി ചേർത്ത് നന്നായിട്ടൊരു 2-3 മിനിറ്റ് കൂടെ ഇളക്കി യോജിപ്പിച്ച ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പം നമ്മുടെ സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിന് നമുക്ക് തണുക്കാനായിട്ടൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് പിസയ്ക്ക് ആവശ്യമായിട്ടുള്ള ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം. ഞാനിവിടെ ഏകദേശം ഒരു 300 ഗ്രാമിനടുത്ത് ചിക്കൻ വളരെ ചെറിയ പീസുകളായി കട്ട് ചെയ്തതാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ കാശ്മീരി ചില്ലി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ, 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ് എന്നിവ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് കൈവച്ച് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ചിക്കൻ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എല്ലില്ലാത്ത പീസ് വേണം എടുക്കാനായിട്ട്. ചിക്കൻ വളരെ ചെറിയ കഷ്ണങ്ങളായിട്ട് നുറുക്കിയിട്ട് വേണം എടുക്കാനായിട്ട്. ഇനി ഇത് നമുക്ക് 5 മിനിറ്റ് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം. ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഓയിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഓയിൽ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചിക്കൻ്റെ പീസുകൾ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്ത ചിക്കൻ ഞാൻ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇപ്പം നമ്മുടെ മാവ് പൊങ്ങിയിട്ട് നല്ലോണം ഡബിൾ സൈസായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കൈ വെച്ച് ഒന്നുകൂടി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് പിസ്സ സെറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ചിക്കൻ ഫ്രൈ ചെയ്തത് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. 100 ഗ്രാം മൊസറല്ല ചീസ് ഗ്രേറ്റ് ചെയ്തത് എടുത്തിട്ടുണ്ട്. റെഡ് ക്യാപ്സിക്കം റൗണ്ടിൽ കട്ട് ചെയ്തത് റെഡിയാക്കിയിട്ടുണ്ട്. കുറച്ച് റെഡ് ക്യാപ്സിക്കം ചതുരത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഗ്രീൻ ക്യാപ്സിക്കം റൗണ്ടിൽ കട്ട് ചെയ്തതും കൂടെ എടുത്തിട്ടുണ്ട്. പിസ്സ സെറ്റ് ചെയ്യാനായിട്ട് ഞാനിവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. അതിൽ കുറച്ച് ഓയിലൊന്ന് തടവി കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് റെഡിയാക്കി വെച്ചിട്ടുള്ള മാവ് ചേർക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു പിസ്സ റെഡിയാക്കാനുള്ള മാവേ തയ്യാറാക്കിയിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ആ മാവ് നമുക്കിതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് കൈ വെച്ച് പരത്തി കൊടുക്കാം. മാവ് ഞാനിവിടെ നന്നായിട്ട് പരത്തിയെടുത്തിട്ടുണ്ട്. ഇതിന് മുകളിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള പിസ്സ സോസ് ചേർത്തിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇതിന് മുകളിലായിട്ട് മൊസറല്ല ചീസ് ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തത് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിൻ്റെ മുകളിലേക്ക് ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മൊസറല്ല ചീസിൻ്റെ പകുതി ചേർത്ത് കൊടുക്കാം. ശേഷം ആവശ്യത്തിന് ചിക്കൻ ഫ്രൈ ചെയ്തോട് ചേർക്കാം. അപ്പോൾ ചിക്കനൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ ക്യാപ്സിക്കം വെച്ചിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഗ്രീനും റെഡും ഇടകലർത്തി വയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസൊക്കെ നിങ്ങൾക്ക് വയ്ക്കാവുന്നതാണ്. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് അറേഞ്ച് ചെയ്യാവുന്നതാണ്. ഇനി സ്ക്വയറായിട്ട് കട്ട് ചെയ്തിട്ടുള്ള ക്യാപ്സിക്കം കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ബാക്കി വന്നിട്ടുള്ള മൊസറല്ല ചീസ് കൂടി ഇതിൻ്റെ മുകളിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പം നമ്മുടെ പിസ്സ നമ്മളിവിടെ സെറ്റ് ചെയ്ത് കഴിഞ്ഞു. നമുക്കിനി ഇതിലെ വെജിറ്റബിൾസൊക്കെ ഒന്ന് കൈവച്ചൊന്ന് ചെറുതായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കാം. ശേഷം കുക്ക് ചെയ്യാം. പിസ്സ കുക്ക് ചെയ്യാനായിട്ട് ഞാനൊരു ദോശക്കല്ല് 5 മിനിറ്റ് ഒന്ന് പ്രീ ഹീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിന് മുകളിലേക്ക് ഞാൻ പിസ്സ പാൻ കയറ്റി വയ്ക്കാൻ പോവാണ്. ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാം. ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഒരു 15 മിനിറ്റാണ് ഞാനിത് കുക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ആദ്യത്തെ 2-3 മിനിറ്റ് ഞാനൊരു മീഡിയം ഫ്ലെയിമിലിട്ടു. ശേഷം ലോ ഫ്ലെയിമിലിട്ടിട്ടാണ് കുക്ക് ചെയ്തത്. അപ്പോഴേക്കും ഇതിന് താഴെയുള്ള മാവൊക്കെ നന്നായിട്ട് കുക്ക് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ 15 മിനിറ്റ് കഴിഞ്ഞു. ഇനി നമുക്കിതൊന്ന് തുറന്നു നോക്കാം. ഇപ്പോൾ പിസ്സയുടെ അടിഭാഗമൊക്കെ നന്നായി കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മുകൾ ഭാഗമാണൊന്ന് കുക്ക് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ഞാനിവിടെ ഗ്യാസ് ഓഫ് ചെയ്തു. ശേഷം ആ ദോശക്കല്ല് അങ്ങ് എടുത്തു. ഇനി നമുക്ക് പാൻ ഒന്ന് അടുപ്പത്ത് വെച്ചിട്ട് ഗ്യാസ് ഓൺ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല.
ഈ പാനിന് മുകളിലേക്ക് ഒരു പരന്ന പ്ലേറ്റോ അലൂമിനിയത്തിൻ്റെ പ്ലേറ്റോ എന്തെങ്കിലും ഒന്ന് വയ്ക്കുക. ശേഷം ചൂടായിട്ടുള്ള ദോശക്കല്ല് നമുക്കിതിൻ്റെ മുകളിൽ കയറ്റി വയ്ക്കാം. ഇനി ഈ ദോശക്കല്ലിൻ്റെ ചൂടുകൊണ്ട് നമ്മുടെ പിസയുടെ മുകൾ ഭാഗം നന്നായിട്ടൊന്ന് കുക്കായിട്ട് കിട്ടും. ഒരു 15 മിനിറ്റ് നമുക്ക് ഇങ്ങനെ തന്നെ വയ്ക്കാം. ഇപ്പോൾ 15 മിനിറ്റ് കഴിഞ്ഞു. നമ്മുടെ പിസയുടെ മുകൾ ഭാഗമൊക്കെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ചീസെല്ലാം നല്ലതുപോലെ മെൽറ്റായിട്ടുണ്ട്. ഇനി നമുക്കിത് മറ്റൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ഹോം മെയ്ഡ് ചിക്കൻ പിസ്സ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. അപ്പോൾ ഈ കൊറോണ കാലത്തൊക്കെ നമുക്ക് ഇത്തരം ഫുഡൊക്കെ പുറത്തുനിന്ന് കഴിക്കുക എന്ന് പറയുന്നത് തീരെ സേഫ് അല്ല. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഇത് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ ടേസ്റ്റിയാണ്, എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാനും പറ്റുന്നതാണ്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് കരുതുന്നു. ട്രൈ ചെയ്തിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും പിന്നെ കമൻറ്റ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അറിയിക്കാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു സിമ്പിൾ റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവരും സുരക്ഷിതരായിട്ട് വീട്ടിൽ തന്നെ ഇരിക്കുക കേട്ടോ. സ്റ്റേ ഹോം, സ്റ്റേ സേഫ് ഡിയർ ഫ്രണ്ട്സ്.